ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നിടാൻ പോകുന്ന വീഡിയോയുടെ ബാക്കിയൊന്നുമല്ല ഇത്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് മാറ്റിയിട്ട് എൻ്റെ ഫോണിൽ കിടന്ന ഒരു ക്ലിപ്പ് എടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഫാമിലി നമ്മുടെ ഷിജു ചേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ്. ആളുടെ അമ്മയും ആളും അടങ്ങുന്ന ചെറിയൊരു ഫാമിലിയാണ്. അപ്പോൾ നമുക്ക് ഷിജുചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. എല്ലാവർക്കും എന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷിജുചേട്ടനെ എന്നെയും സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ഷിജുചേട്ടൻ്റെ കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. കൊള്ളാല്ലേ? ഡിസംബർ 25 മുമ്പ് കൊടുക്കണം. അതിന്റെ ലൈറ്റ് കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ വരും. അതൊക്കെ ചെയ്യാം. പണിയുണ്ട് കുറേ. മറ്റേ ഇത് സാധാരണ നിർമ്മിച്ച കാർബൺ ബോക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച താഴ്വക. എന്നാ അറിയോ, സമുദായത്തിന്റെ അതിങ്കിൽ പൊക്കത്ത് വഴി ജംഗിൾ പാലസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടിലൊക്കെ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് വീട് വിത്ത് കണ്ടാ വീട് ഓരോന്നും അതിന്റെ മുൻഭാഗത്ത് കൂടിയാണ് കേറുന്നത്. വണ്ടി ടോപ്പിലൊക്കെ ചെന്ന് ബാൽക്കണിയിൽ അതിന്റെ ടോപ്പൊക്കെ തിരിക്കാം. തണല് കിട്ടാൻ വേണ്ടി വെയിലടിക്കാതിരിക്കാൻ ടോപ്പൊക്കെ നമുക്ക് തിരിച്ചു വെക്കാം. ശബരിമല വേറെ അതിൽ വലുത് ചെറുത് വേണമോ? കാരണം വൈഭവക്ക് അവിടെ വിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല. എല്ലാം ഞാൻ വെള്ളം വീഴാനും പാടില്ല. വെള്ളം വീണ ഇതായിപ്പോ പോവും. ഇനിയിപ്പം ആ ശബരിമലയുടെ അത് എത്ര നാളെടുക്കും? അത് ഡിസംബർ 22 കൊടുക്കണമെന്നാ പറഞ്ഞേ. അപ്പൊ അതിന് തീരണം. ഇപ്പൊ അതിന് അനു എന്താണ് എന്തോ ഉണ്ടല്ലോ. അനു ഓഫാക്കാനാണോ? ഷീച്ചറിന്റെ എഴുത്ത് നോക്കാനായിട്ട്. ഗായത്രി. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ അതോ രണ്ടും കൂടി മിക്സിങ് വേണോ? രണ്ടും കൂടെ മിക്സിങ് ആയിക്കോട്ടെ. മിക്സിങ് കേട്ടോ.
ഒരു കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം ഇരുമ്പോൾ. ഇങ്ങനെ ഒരു കൈ നമുക്ക് ബാലൻസ് കിട്ടില്ല. അടിപൊളിയായിട്ടുണ്ടല്ലേ എന്റെ അമ്മ, ഒരു രക്ഷയില്ല കേട്ടോ. അനു 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 ആ ആ അതിന്റെ പുറകിൽ വല്ലതും ഉണ്ടോ? ഇല്ല, ANU മാത്രം. അനു അതുകൊള്ളു അല്ലേ? ഉണ്ട്, അനു മോളുണ്ട്. അതിന്റെ ഒത്തു കൊടുക്കാം. എൻ്റെ ടീച്ചർക്ക് അനു എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അനുവിൻ്റെ കൂടെ മോളും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉണ്ട്, വർക്കിന് വന്ന വഴി അപ്പോഴാണ് ചേട്ടനെ കണ്ടത്. ഞാൻ കുറേ ദിവസം നോക്കി, അപ്പോൾ അവിടെ കാണുന്നുണ്ടായില്ല. സാധാരണ അവിടെ ഇരിക്കലുണ്ടല്ലോ. ആ, ടിക്കറ്റ് ഇല്ലേ? എടുക്കുന്നില്ലേ ഇപ്പോൾ? നടക്കാനും സാമ്പത്തികമാണ് അനുമോളല്ലേ? നോക്കടാ നോക്കടാ. അയ്യോ, അനുമോള് രസമുണ്ട്. അനുമോൾ, ഞാൻ അവസാനം ഞാൻ എന്താ എഴുതണെന്ന് നോക്കിയത്. ഇതിപ്പോ ഇംഗ്ലീഷ് മലയാളം മിക്സിങ്. ഇനി മലയാളം മാത്രം എഴുതാം, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. അതാണ് നമ്മള്. പക്ഷെ രസമുണ്ടായി, അടിപൊളി. നിങ്ങൾ പറയുമ്പോട്ടെ ഈ ടിവിയുടെയോ ഫ്രിഡ്ജിന്റെയോ എന്തെങ്കിലും ബേസ്പോർട്ട് ഇല്ലേ, പെട്ടിയുണ്ടെങ്കിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞാൻ പറയാം. അങ്ങനെ തന്നെ അല്ലാണ്ട് കൊണ്ടുവരണം. ശരിയാ. ആ, കാരണം എന്നാലാ യൂസ് ആവുള്ളൂ. ചേട്ടൻ ആരെങ്കിലും ഒക്കെ കാണാൻ വന്നോന്നുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കോ, എവിടെയാണ്? ഇത് എറണാകുളം ജില്ല കാക്കനാട് വരിക. കാക്കനാട് വന്ന് അവിടുന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറി അത്താണി എന്നൊരു സ്ഥലമുണ്ട്. കാക്കനാട് നിന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറി അത്താണിയിൽ വന്നിട്ട് ആരോടെങ്കിലും ചോദിക്കുക ആ മോഡലൊക്കെ നിർമ്മിക്കുന്ന ഷിജിയുടെ വീട് ഏതാണ്, അല്ലെങ്കിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഷിജിയുടെ വീട് ഏതാണ് എന്ന് അത്താണിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും അവർ പറയും. ഇനി അതല്ല, അത്താണിയിൽ വന്നിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാലും മതി. എൻ്റെ നമ്പർ 97 46 84 88 16. പേര് ഷിജി. ഓക്കെ ഓക്കെ. ഞങ്ങള് എളമക്കര കലൂരില്ലേ? കലൂരെന്ന് ഇങ്ങനെയൊക്കെ വല്ല ഡിസൈനിൽ ഞങ്ങളൊരു സർപ്രൈസ് സർപ്രൈസ് ആണ്. ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷെ അത് ഞാൻ ചെയ്യും. പക്ഷെ എന്താണെന്ന് ഞാൻ പറയില്ല. ചോറ് തരൂ, ചോറ് തരൂ. ഞങ്ങള് ചോറ് തരണം. അല്ല, അതാണ് സർപ്രൈസ്. അതാണ് സർപ്രൈസ്. അന്നേരം നോയി പറയരുത്. സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്ന. ഓക്കെ കേട്ടോ? വർക്കിന് പോകുന്ന അപ്പൊ ഞാൻ പറഞ്ഞത് സർപ്രൈസ് ആണ്. എല്ലാവർക്കും സർപ്രൈസ് മനസ്സിലായില്ലേ? എന്റെ പേര് എഴുതി, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്റെ ഗായത്രിയുടെ എഴുതി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് എന്തായാലും റെഡിയാക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇത് എനിക്കറിയില്ല കേട്ടോ, ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. ഇത് ഭയങ്കര ഇഷ്ടമായി. മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്താ, പക്ഷെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ അല്ലേ? ചേട്ടനെ എല്ലാവർക്കും അറിയാലോ, എന്നെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോ നിങ്ങൾക്കും ആർട്ട് വർക്കേഴ്സ്. ഓക്കെ ബൈ.